ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് ദൂരെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അവരൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്കും കണ്ണടകൾ വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഈ കണ്ണടകൾ വെക്കുന്നത്? അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ ഈ കണ്ണട വെക്കുന്നതുകൊണ്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എന്തിനാണ് ഈ സ്പെക്സ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെറൈറ്റിക്ക് ആയിട്ട് കോൺടാക്ട് ലെൻസസ് വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയാലും ഇവൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പല നിറത്തിലുള്ള ലെൻസുകൾ അവൈലബിൾ ആണ്. പലരുടെയും കണ്ണ് നോക്കുമ്പോഴത്തേക്കും യുണീക്ക് ആയിട്ടുള്ള ചിലത് നീല നിറത്തിലിരിക്കുന്ന കാണാം, ചിലത് പച്ച നിറത്തിലിരിക്കുന്ന കാണാം, ചിലത് ഗ്രേ ഷെയ്ഡ് വരുന്നത് കാണാം. ഇങ്ങനെ കുറേ അധികം ലെൻസസും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് കാഴ്ചയുടെ വൈകല്യം, ഇപ്പം മറ്റേതെല്ലാം നമ്മൾ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം ഈ പറഞ്ഞ കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പെക്സുകൾ അവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുടെ കാഴ്ചയുടെ വൈകല്യം, അതായത് നമുക്കിപ്പോൾ ദൂരമുള്ളത് കാണാൻ പറ്റാത്തതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുകയും എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ കുറേ അധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലെൻസസ് ഉണ്ടോ? എല്ലാവർക്കും ഒരേ ലെൻസ് വെച്ച് ഒരേപോലെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഫിക്സഡ് പവറിലെ ലെൻസസ് ഉണ്ട്. അതും രണ്ട് തരം ലെൻസസ് ആണ് ഉള്ളത്. ചിലർക്ക് ദൂരെ ഉള്ളതായിരിക്കും കാണാൻ ബുദ്ധിമുട്ട്, ചിലവർക്ക് അടുത്തുള്ളതായിരിക്കും കാണാൻ ബുദ്ധിമുട്ട് അല്ലേ? സോ ഇങ്ങനെ ലെൻസിൻ്റെ എത്ര തരമുണ്ട്, അത് വെച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എവിടെയായിരിക്കും അങ്ങനെയുള്ള കേസിൽ ഇമേജ് ഫോം ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആതിര നിങ്ങളോടൊപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ലെറ്റ്സ് മൂവ് ഓൺ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെൻസുകൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ? കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ലെൻസ് ഉപയോഗിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ക്യാമറയുടെ ഉള്ളിലിരിക്കുന്നതും എന്താണ്? ലെൻസാണ്. ദൂരെയുള്ള ആകാശത്തെ നക്ഷത്രം കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെലസ്കോപ്പ് അല്ലെങ്കിൽ പോട്ടെ മൈക്രോസ്കോപ്പ്, ഇതെല്ലാം നിങ്ങൾ എടുത്താലും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്ന എന്ത് സാധനമാണ്? ലെൻസുകളാണ്. ഓക്കെ, സോ ലെൻസുകൾ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ ശരിക്കും നമുക്കൊരു 6 തരം ലെൻസുകളുണ്ട്. പക്ഷെ നമുക്കിവിടെ മെയിൻലി പഠിക്കാനുള്ളത് 2 തരം മാത്രമാണ്. ഈ 6 തരം എന്ന് പറയുന്നത് നമുക്കാകെ 2 സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മൾ പഠിച്ചത് ഒരു കോൺകേവ് സർഫസും രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് കോൺവെക്സ് സർഫസും. ഇതേപോലത്തെ 2 സർഫസ് ജോയിൻ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലെൻസ് കിട്ടുന്നത്. അതിപ്പോൾ ഒരു കോൺകേവും കോൺവെക്സും തമ്മിൽ യോജിപ്പിക്കാം, ഒരു കോൺവെക്സും എടുക്കാം, അല്ലെങ്കിൽ കോൺകേവും എടുക്കാം, അല്ലെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചേക്കണ പോലെ ഒരു പ്ലെയിൻ സർഫസോ ഒരു കോൺവെക്സോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസോ കോൺകേവോ ഇങ്ങനെ എടുക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബൈ കോൺവെക്സ് അല്ലെങ്കിൽ സിംപ്ലി കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നവയും അല്ലെങ്കിൽ ബൈ കോൺകേവ് അല്ലെങ്കിൽ കോൺകേവ് എന്ന് വിളിക്കുന്ന ലെൻസുകളുമാണ്. ഓക്കെ, സോ ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? എ ലെൻസ് ഇസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഹാവിങ് സ്ഫെറിക്കൽ സർഫസസ്. അതിൻ്റെ സർഫസസ് സ്ഫെറിക്കൽ ആയിരിക്കും. 2 വശങ്ങളും സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ബൈ കോൺവെക്സും ബൈ കോൺകേവ് ലെൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക്കലി നമുക്കതിനെ, അതായത് ബൈ കോൺവെക്സ് എന്ന് പറയണം എന്നില്ല, കോൺവെക്സ് കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ബൈ കോൺവെക്സും ബൈ കോൺകേവും ആണെന്നാണ്. ഓക്കെ, സോ 2 സ്ഫെറിക്കൽ സർഫസ് കൂടി ചേരുന്നതാണ് ഒരു ലെൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെയാണ് ഒരു ലെൻസ് ഫോം ചെയ്യുന്നതെന്നുള്ളത്. ഇത് രണ്ട് സർക്കിൾസ് ആണ് അല്ലേ? ഈ 2 സർക്കിൾസും കൂടുന്ന ഈ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ഈ ലെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇത് എന്ത് ലെൻസാണ്? ഇതൊരു കോൺവെക്സ് ലെൻസാണ്. അതേപോലെ തന്നെ ഇപ്രകാരമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇതേപോലത്തെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ കോൺകേവ് ലെൻസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഇതിന് 2 സർക്കിളിൻ്റെ ഷേപ്പ്, അതായത് 2 സർക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്കൊരു കോൺവെക്സും ഒരു കോൺകേവും കിട്ടിയത്. 2 സർക്കിൾ എടുക്കുമ്പോൾ ഈ 2 സർക്കിളിനും എന്തുണ്ട്? സെൻറ്റേഴ്സ് ഉണ്ട് അല്ലേ? സോ 2 സെൻറ്റേഴ്സും എന്താണ്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. സോ ഇതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാം. നമ്മൾ മിററിൽ പഠിച്ച സെയിം കേസ് തന്നെ, പക്ഷെ എന്താണ് വ്യത്യാസം ഉള്ളത്? മിററിൻ്റെ കേസിൽ ഒരൊറ്റ സെൻറ്റർ ഓഫ് കർവേച്ചറും ലെൻസിൻ്റെ കേസിൽ വരുമ്പോൾ 2 സെൻറ്റർ ഓഫ് കർവേച്ചറാണ് വരുന്നത്. ഒരെണ്ണം ഇവിടെ C1, ഈ കേസിൽ ഇവിടെ C2. സെയിം തന്നെയാണ് കോൺകേവ് ലെൻസിൻ്റെ കേസിലും വരിക. 2 എന്തുണ്ട്? സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഒരെണ്ണം ഇത് C1, മറ്റേത് C2. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? സോ 2 സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടെങ്കിൽ അതിന് 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാകും, വിച്ച് ഇസ് R1 ആൻഡ് R2. നേരത്തെ പറഞ്ഞത് മാതിരി R1 ആൻഡ് R2 ഉണ്ടാകും. സോ നമ്മൾ മിറേഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പോള് തൊട്ടിട്ടാണ് മെഷർമെൻറ്റ് വരുന്നത് അല്ലേ? ഇപ്പം മിറർ ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിച്ചത്. ഒരു ലെൻസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ജോമെട്രിക് സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ. സോ ഇവിടെ ഈ ലെൻസിൻ്റെ സെൻറ്റർ പാർട്ട് ഏതാണ്? ഇതാണ്. സോ ഇതിനെയാണ് അതിനെ എന്തെന്ന് വിളിക്കുക? ഒപ്റ്റിക്കൽ സെൻറ്റർ. കോൺകേവ് ലെൻസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ സെൻറ്റർ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഒപ്റ്റിക്കൽ സെൻറ്റർ. സോ മെഷർമെൻറ്റ് ഇപ്പോഴും എടുക്കുന്നത് എവിടെ നിന്നാണ്? ഒപ്റ്റിക്കൽ സെൻറ്റർ തൊട്ട് ഇപ്പുറത്തേക്കാണ് എടുക്കുന്നത്. സോ ഒപ്റ്റിക്കൽ സെൻറ്റർ തൊട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം R1 ആൻഡ് ഇപ്പുറത്തേക്കുള്ളത് R2.
രണ്ടാമത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ. അത് തന്നെയാണ് കോൺകേവ് ലെൻസിലേക്കും വരിക. 2 റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ ഇത്ര നേരം എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ചത് ഒപ്റ്റിക്കൽ സെന്റർ പഠിച്ചു, അതേപോലെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ച സാധനമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഈ കാണിച്ചിട്ടുള്ള ലെൻസിന്റെ മിഡ് പോയിന്റിനെയാണ്, ജോമെട്രിക്കൽ ഷേപ്പിന്റെ നടുവിലത്തെ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? വി കോൾ ഇറ്റ് ആസ് ഒപ്റ്റിക്കൽ സെന്റർ. ആ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുക. അതെല്ലാം നമ്മൾ മിററിൽ എന്ത് പഠിച്ചോ അത് തന്നെ സെയിം ആണ്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിച്ചു. അത് കോൺകേവിന്റെ കേസിലും അങ്ങനെ തന്നെ. കോൺകേവ് ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ലൈനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വി കോൾ ഇറ്റ് ആസ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ ഫോക്കസ്? കോൺവെക്സ് മിറേഴ്സിന്റെ കേസിലും കോൺകേവ് മിറേഴ്സിന്റെ കേസിലും നമ്മൾ ഫോക്കസ് പഠിച്ചു അല്ലേ? ഫോക്കസും പഠിച്ചു, ഫോക്കൽ ലെങ്ത്തും പഠിച്ചു. ഈ കേസിൽ വരുമ്പോഴത്തേക്കും അതേപോലെ തന്നെയാണ്. ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഏത് പോയിന്റിലാണോ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ കേസ്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ എല്ലാ ഇൻസിഡന്റ് റേസും റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പോയിന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കസ് എന്നുള്ളത്. അതേപോലെ ഇപ്പുറത്തെ കേസ് നോക്കിയേ, കോൺകേവ് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്കാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല അല്ലേ? സോ നമ്മൾ മിറേഴ്സിൽ പഠിച്ച മാതിരി നമ്മൾ ഇതിന് എന്ത് ചെയ്യും? ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? സെയിം വേ. എങ്ങനെയാണ് വരിക? ഒപ്റ്റിക്കൽ സെന്റർ തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. അത് കോൺവെക്സ് ലെൻസിനായാലും കോൺകേവ് ലെൻസിനായാലും ഒപ്റ്റിക്കൽ സെന്റർ തൊട്ട് എന്തിലേക്ക് വരുന്ന ദൂരം? ഫോക്കസിലേക്ക് വരുന്ന ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഫോക്കസ് വരുന്നത് മിററിന്റെ ഇപ്പുറത്തും, ഈ കേസിൽ വരുമ്പോൾ എവിടെയാണോ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് ആ ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് ഇതിന്റെ ഫോക്കസ് വരുന്നത്. ഏതിന്റെ? കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിനി എന്താ പഠിക്കാനുള്ളത്? എങ്ങനെയാണ് ഈ പറഞ്ഞ ലെൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം? ഇങ്ങനെയുള്ള കേസിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയണം. ഓക്കെ, സോ അതിന് നമ്മൾ മിറേഴ്സിന്റെ കേസിൽ പഠിച്ചതുപോലെ കുറച്ച് നിയമങ്ങളുണ്ട്. കുറേയധികം നിയമങ്ങൾ സെയിം ആണ്, ഒരെണ്ണം മാത്രമാണ് ഡിഫറൻസ് വരിക. ഏതാണ് ഡിഫറൻസ് വരുന്നത്? നമ്മളിവിടെ ആകെ ഡിഫറൻസ് പഠിച്ചിട്ടുള്ളത് പോളിന്റെ കേസിലാണ് അല്ലേ? ഒരു മിററിന്റെ ജോമെട്രിക്കൽ സെന്ററിനെ പോളെന്നും അതേപോലെ ലെൻസിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ സെന്റർ എന്നുള്ളത്. ആ ഒരൊറ്റ കോൺസെപ്റ്റിലാണ് ഇവിടെ ഡിഫറൻസും വരുന്നത്. ഓക്കെ, സോ സപ്പോസ് ഇപ്പോൾ ഇൻസിഡന്റ് റേ വരുന്നത് ഒപ്റ്റിക്കൽ സെന്ററിലേക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഒപ്റ്റിക്കൽ സെന്ററിലേക്കാണ് വീഴുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അൺഡേവിയേറ്റഡ് ആയിട്ട് അതേ പാത്തിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? അതായത് എങ്ങനെയാണോ ആ റേ വന്നത് അതേപോലെ തന്നെ അത് പോയി. അത് കോൺകേവിന്റെ കേസിലും അങ്ങനെ തന്നെ. ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെയാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഗോ അൺഡീവിയേറ്റഡ്. അപ്പൊ അത് ആദ്യത്തെ ആയാലോ? എന്തിനാ നമുക്ക് ഈ ലോസ് എല്ലാം വേണ്ടത്? എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമുക്ക് 2 റേസ് ഇന്റർസെക്ട് ചെയ്ത് കിട്ടിയാൽ മാത്രമേ എവിടെയാണ് ഇമേജ് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ടേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇമേജിന്റെ നേച്ചർ പറയാൻ പറ്റുള്ളൂ. സോ ആദ്യത്തെ ഒരെണ്ണം നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തത് പഠിക്കാൻ പോണേ. രണ്ടാമത്തത് പ്രിൻസിപ്പൽ ആക്സിസിനാണ് പാരലൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നു. നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒപ്റ്റിക്കൽ സെന്റർ വരെ നമ്മൾ ഒരു ഡീവിയേഷനും ഇല്ലാതെ വരയ്ക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഡീവിയേഷൻ കാണിക്കുന്നത്. സോ ഒപ്റ്റിക്കൽ സെന്റർ വരെ നമ്മൾ വരച്ചു, വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നാൽ നേരത്തെ നമ്മൾ പഠിച്ചു എന്തിൽ കൂടെ പോകണം? ഫോക്കസിൽ കൂടി പോകണം അല്ലേ? So it is going through the focus. Okay, arrows are very important. അത് മാർക്ക് ചെയ്യണം. അത് തന്നെയാണ് കോൺകേവിന്റെ കേസിലും. പക്ഷെ എന്താ വ്യത്യാസം വരിക? ഇവിടെ ഫോക്കസ് വരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. സോ അത് മാത്രം ശ്രദ്ധിക്കുക. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ വന്നു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ കഴിഞ്ഞ് അത് ഇതിൽ കൂടെയാണ് പോകുന്നത്, ഫോക്കസിൽ കൂടി. സോ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആക്ച്വലി അത് ഇന്റർസെക്ട് ചെയ്യുന്നില്ലല്ലോ, നമ്മളായിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ കേസ്, ഫോക്കസിൽ കൂടിയാണ് ഇൻസിഡന്റ് റേ വരുന്നതെങ്കിൽ, ഓക്കെ, ഫോക്കസിൽ കൂടിയാണെങ്കിൽ എന്ത് സംഭവിക്കും? കറക്റ്റ്, എന്ത് സംഭവിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. സോ ഫോക്കസിൽ കൂടെ റേ വന്നു, ഒപ്റ്റിക്കൽ സെന്റർ വരെ ഡീവിയേഷൻ ഒന്നുമില്ല. അതിനുശേഷം എന്തിലേക്ക് പോയി? അതിനുശേഷം അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോയി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ 3 ലോസ് വരുന്നത്. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഓരോ ഒബ്ജക്റ്റും ഡിഫറെൻറ്റ് പൊസിഷനിൽ വെച്ചിട്ട് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി.
ഇതിനകത്ത് നമ്മൾ കോൺവെക്സ് ലെൻസിനാണ് കുറേ അധികം കേസസ് അല്ലേ, ഒബ്ജക്റ്റ് കുറേ ഡിഫറെൻറ്റ് പൊസിഷൻസ് വരുന്നത് ഏത് ലെൻസിനാണ്? കോൺവെക്സ് ലെൻസിനാണ്. കോൺകേവ് ലെൻസിനാകെ ഒരൊറ്റ കേസ് നമുക്ക് പഠിക്കാനുള്ളൂ. സോ ഈ കേസിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് എടുത്തു. ഓക്കെ, ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇൻഫിനിറ്റിയിലാണ്, അതായത് ഒരുപാട് ദൂരെ. നമുക്കൊരു ഇമേജ് ഇടണമെങ്കിൽ എത്ര റേസ് വേണം? 2 റേസ് ഇന്റർസെക്ട് ചെയ്യണം അല്ലേ. സോ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്? നമ്മൾ 2 റേസ് എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ്. അത് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പോളി കൂടിയാണ് പോകേണ്ടത്, ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടിയാണ് ലൈൻ പോകുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ല ഫോക്കസിൽ കൂടിയാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. സോ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്നത് പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലലി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ദൂരെ നിന്ന് വരുന്ന 2 റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക്കൽ സെൻറ്റർ വരെ എന്ത് ചെയ്തു? അൺഡീവിയേറ്റഡ് ആയിട്ട് വന്നു. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണെങ്കിൽ എന്തിൽ കൂടി പോകണം? ഫോക്കസിൽ കൂടി പോയി. ഓക്കെ, സോ അടുത്ത റേയും ഇതേപോലെ തന്നെ വന്നു, അതും എന്തിൽ കൂടെ തന്നെ പോയി? അതും ഫോക്കസിൽ കൂടെ തന്നെ പോയി. സോ ഈ 2 റേയും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ. ആ പോയിന്റിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. സോ എവിടെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ ഫോക്കസ്. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദി ഫോക്കസ്. ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ദി ഫോക്കസ്. ഫോക്കസ് ആണ് ഇമേജ് ഫോം ചെയ്തത്. ഇനി ദൂരെയുള്ള ഒബ്ജക്റ്റ് ആണ്, അതിൻ്റെ വെറും ഒരു പോയിന്റ് സൈസ് ഉള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹൈലി ഡിമിനിഷ്ഡ്, വളരെ ചെറുതാണ്. ഇനി ഇത് ഫോം ചെയ്തേക്കുന്ന ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് ഇമേജ് ഫോം ചെയ്തേക്കുന്നത് എന്താണ്? റിയലുമാണ്. റിയൽ ആയിക്കഴിഞ്ഞാൽ ആ ഇമേജ് എന്തുമാണ്? ഇൻവേർട്ടഡുമാണ്. അതിനകത്ത് സംശയമില്ലല്ലോ. റിയൽ ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ ആദ്യത്തെ പൊസിഷൻ കഴിഞ്ഞു, വിച്ച് ഇസ് ദ ഒബ്ജക്ട് ഇസ് അറ്റ് ഇൻഫിനിറ്റി. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. അടുത്ത കേസ് നമുക്കുള്ളത് ഏതാ ഇനി? ഒബ്ജക്ട് ബിയോണ്ട് 2f. ഒബ്ജക്ട് ബിയോണ്ട് 2f എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് അപരിചിതമായിട്ടുള്ള ഒരു പേരല്ലേ 2f. 2f എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഡബിൾ ഓഫ് ദി ഫോക്കൽ ലെങ്ത്. ഇപ്പോൾ നമ്മൾ മിററിന്റെ കേസിൽ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ ഫോക്കൽ ലെങ്ത്തിന് ഡബിൾ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സെയിം സാധനം തന്നെയാണ് 2f. അതായത് 2f ആക്ച്വലി മാർക്ക് ചെയ്യുക സെന്റർ ഓഫ് ഇതിന്റെ ഡബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് ഇതിന്റെ ഡബിൾ ആണ് 2f എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ C1 എന്ന് മാർക്ക് ചെയ്താലും തെറ്റൊന്നുമില്ല, ബിക്കോസ് ബോത്ത് ആർ ദ സെയിം, റൈറ്റ്. സോ ഈ കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് എവിടെയാ? 2fന്റെ ഇപ്പറേ. 2f കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വെച്ചത്? ഒബ്ജക്റ്റ് വെച്ചത് അല്ലേ. സെയിം. നമുക്ക് എന്തൊക്കെ വേണം? 2 റേസ് വേണം. ആദ്യത്തെ റേ നമ്മൾ എടുത്തു, വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഒപ്റ്റിക്കൽ സെന്റർ വരെ കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്തു? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നാൽ എന്തിൽ കൂടി പോകണം? ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ ഫോക്കസ്. അങ്ങനെ അത് ഫോക്കസിൽ കൂടി പോയി. ഓക്കെ, രണ്ടാമത്തെ ഏറ്റവും നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റുന്ന ഏതാ? ഇതിനെ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി പാസ് ചെയ്യിപ്പിക്കുക. ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും കൂടി ഇവിടെ, അതായത് എഫിനും 2fനും നടുക്ക് ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, സോ എഫിനും 2fനും നടുക്ക് ഇവിടെ ഇന്റർസെക്ഷൻ വന്നു. ക്ലിയർ? സോ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ f ആൻഡ് 2f. സോ ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ f and 2f. Now what about the size of the image? ഇവിടെ ഇത്രയുണ്ട് ഒബ്ജക്റ്റിന്റെ സൈസ്, ഇവിടെ ഉള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ. So that means the size of the image is less, which means it is a diminished image. It is a diminished image. It is formed on the other side, right? So it is going to be real and inverted. ഇത് റിയലുമാണ്, അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ഇമേജും ആണ്. അതും കഴിഞ്ഞല്ലോ. സോ ഒബ്ജക്ട് ബിയോണ്ട് 2f കഴിഞ്ഞു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടി. അടുത്തത് വെൻ ദി ഒബ്ജക്ട് ഇസ് അറ്റ് 2f. ഒബ്ജക്റ്റ് 2fലാവുമ്പോൾ എഗെയിൻ നമുക്ക് 2 റേസ് വേണം. ആദ്യത്തെ റേ നമ്മൾ എവിടെ കൂടെ കൊണ്ടുവരണേ? വി ആർ ആക്ച്വലി ബ്രിങ്ങിങ് ഇറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന എവിടെ കൂടെ റിഫ്രാക്ഷൻ സംഭവിക്കണം? ഇറ്റ് ഷുഡ് ഗോ ത്രൂ ദ ഫോക്കസ് അല്ലേ. ഫോക്കസിൽ കൂടി അത് കടന്നു പോകണം. സോ ഫോക്കസിൽ കൂടെ ലൈൻ പോയി. സോ ലെറ്റ്സ് മാർക്ക് ദി ആരോ. സോ ഇത് ഫോക്കസിൽ കൂടെ പോയി. ഓക്കെ, നൗ സോ അതിനുശേഷം നമ്മൾ അടുത്ത ലൈൻ കൺസിഡർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? വി ആർ കൺസിഡറിങ് ഇറ്റ് ടു പാസ് ത്രൂ ദ ഒപ്റ്റിക്കൽ സെന്റർ. ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലൈൻ എവിടെ വന്നിട്ടാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, അത് ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. That means the image is formed at the 2f. So എവിടെയാണോ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത്, നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത് 2fൽ, ഇമേജ് കിട്ടിയത് എവിടെ തന്നെയാണ്? നമുക്ക് 2fൽ തന്നെ കിട്ടി. പക്ഷെ രണ്ടും 2 സൈഡിലാണ്. പക്ഷെ എവിടെയാണോ ഒബ്ജക്റ്റ് വെച്ചത് അവിടെ തന്നെ നമുക്ക് ഇമേജ് കിട്ടി. 2fൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു, 2fൽ തന്നെ നമുക്ക് ഇമേജും കിട്ടി. സോ ഇമേജിന്റെ സൈസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ സെയിം സൈസ്.
So image is formed at 2f. Image is formed at 2f. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഓഫ് സെയിം സൈസ് ബിക്കോസ് രണ്ടും ഒരേ പൊസിഷൻ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് പറയാം ദ ഇമേജ് ഫോംഡ് ഇസ് ഓഫ് സെയിം സൈസ്. ഓക്കെ, നൗ വാട്ട് ഇസ് നെക്സ്റ്റ്? ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ദി അതർ സൈഡ്, സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയൽ ആൻഡ് ആസ് വെൽ ആസ് ഇൻവേർട്ടഡ്. അപ്പോൾ അതും ആയി. സോ അതും ആയല്ലോ, ആ നേച്ചറും ആയി. ഇനി വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ്? അടുത്ത പൊസിഷൻ. ഒബ്ജക്ട് കെപ്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. കുറച്ച് മുന്നേ പഠിച്ച പൊസിഷൻ അത് 2fൽ വെക്കുമ്പോൾ മാത്രമാണ് ഇമേജിന് സെയിം സൈസ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഏത് പൊസിഷനിൽ വെക്കുമ്പോഴാണ് ഒരു കോൺവെക്സ് ലെൻസ് സെയിം സൈസുള്ള ഇമേജ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. സോ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായിരിക്കും ഉത്തരം? ഇറ്റ് വിൽ ബി അറ്റ് 2f. ഓക്കെ, 2fൽ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് നമുക്ക് സെയിം സൈസുള്ള ഇമേജ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കേസ് ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. എന്താ ചെയ്യുക? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു. ഇറ്റ് റിഫ്ലക്റ്റഡ് ത്രൂ ദ ഫോക്കസ്. നൗ വാട്ട് നെക്സ്റ്റ്? അതിനുശേഷം നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടിയാണ് പാസ് ചെയ്യിക്കുന്നത്. സോ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ ലൈൻ പാസ് ചെയ്തു. എവിടെയാണ് അത് ഇൻ്റർസെക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഗോയിങ് ടു ഇൻ്റർസെക്ട് അറ്റ് സം പോയിന്റ് ബിയോണ്ട് 2f. കഴിഞ്ഞ് 2f കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അപ്പുറയാണ് എന്ത് ഫോം ചെയ്തത്? ഇമേജ് ഫോം ചെയ്യണം. ഇവിടെയാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത് അല്ലേ? ഇത്രയും വരച്ച എല്ലാ കേസിലും ഇമേജ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ തലയും കുത്തി നിൽക്കുന്ന ഇമേജ് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഈ ഇമേജസ് എല്ലാം ഇൻവേർട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഈ കേസ് വരുമ്പോൾ നോക്കി, ഇത്രയേ ഉള്ളൂ ഒബ്ജക്റ്റ് ഇമേജ് ഫോം ചെയ്തേക്കണത്, ഇത്രയും ഉണ്ട് താനും, റൈറ്റ്? സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം ദ ഇമേജ് ഇസ് ഓഫ് എൻലാർജ്ഡ് അല്ലെ, ഡിമിനിഷ്ഡ് അല്ല, പകരം എന്താണ്? എൻലാർജ്ഡ് ഇമേജ് ആണ്. സോ ഇറ്റ് ഈസ് ഫോംഡ് ബിയോണ്ട് 2f ആൻഡ് ഇറ്റ് ഈസ് ആൻ എൻലാർജ്ഡ് ഇമേജ്. It is an enlarged image. Now, what about the nature? It is going to be real and it is inverted. Okay, clear? Now, let's move on. Object between f and 2f കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? Object at f. Object at f again അടുത്തതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ആദ്യം നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ വരച്ചു, ഒരു റേ അൺഡീവിയേറ്റഡ് ആയിട്ട് പോയി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. അത് ഏതിൽ കൂടി പോകണം? ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ ഫോക്കസിൽ കൂടിയാണ് പോകേണ്ടത്. സോ ഈ രണ്ട് റേസും ആക്ച്വലി ഇവിടെ കൂട്ടിമുട്ടുന്നില്ല. ബട്ട് അറ്റ് സം പോയിന്റ് നമുക്കറിയില്ല ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടാണ് വരുന്നത്. സോ എന്ത് സംഭവിക്കും? അറ്റ് സം പോയിന്റ് ഇത് എന്ത് ചെയ്യും? ഇന്റർസെക്ട് ചെയ്യും. അറ്റ് സം പോയിന്റ് നമുക്കറിയില്ല ഏത് പോയിന്റിലാണ്, ബട്ട് അറ്റ് സം പോയിന്റ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും? ഇന്റർസെക്ട് ചെയ്യും. സോ അവിടെ ആയിരിക്കും ഇമേജ് ഫോർമേഷൻ വരിക. സോ സപ്പോസ് ഇവിടെയാണ് ഫോർമേഷൻ വരുന്നതെങ്കിൽ എന്തായിരിക്കും? ഇമേജിന്റെ സൈസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇമേജ് ഇവിടെ ആകെ ഒബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഇമേജ് ഇത്രയും വലുതാണ്, റൈറ്റ്? ഇത്രയും വലുതാണ്. സോ ഇമേജ് ഇസ് ഗോയിങ് ടു ബി ഹൈലി എൻലാർജ്ഡ്. അതാണ് ഏറ്റവും ആദ്യത്തെ പ്രോപ്പർട്ടി, ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ എൻലാർജ്ഡ് ഇമേജ്. ഓക്കെ, വേർ ഇസ് എ ഇമേജ് ഫോംഡ്? ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. കുറേ ദൂരെയാണ് അല്ലേ? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. Image is formed at infinity. Okay, now ഇനി എന്താണ് അതിൻ്റെ നേച്ചർ വരുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയൽ ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻവേർട്ടഡ്. അതും സെയിം തന്നെ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, ക്ലിയർ? Now let's move to the last position, which is object between f and the lens. Very 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 important, because ഈ ഒരൊറ്റ കേസിൽ മാത്രമാണ് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ടോട്ടലി ഡിഫറെൻ്റ് ആവുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അല്ലേ? അതായത് ഒപ്റ്റിക്കൽ സെൻറ്ററിനും ഈ പറഞ്ഞ ലെൻസിനും ഇടയിൽ, അതായത് എഫിനും ലെൻസിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. സോ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു, അത് ഒപ്റ്റിക്കൽ സെൻറ്റർ വരെ ഒരു കുഴപ്പമില്ലാണ്ട് പോയി, അതിൽ ചെതി കൂടി പോയി, ഫോക്കസിൽ കൂടി പോയി. ഓക്കെ, നമ്മളിനി അടുത്ത ലൈൻ ആക്ച്വലി ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടിയാണ് വരയ്ക്കുന്നത്. സോ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ പോകും. അതായത് ഇത് തമ്മിലുള്ള അകലം അങ്ങോട്ട് പോകുന്നതോറും കൂടിയാണ് വരുന്നത്. അതായത് കുറച്ചും കൂടി കഴിഞ്ഞ് ഇത് എവിടെയും പോയി എന്ത് ചെയ്യാൻ പോകുന്നില്ല? കൂട്ടിമുട്ടാൻ പോകുന്നില്ല. സോ നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് ഇൻ്റർസെക്ട് ചെയ്ത് നോക്കണമല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. സി, ദാറ്റ്സ് വൈ ഡോട്ടഡ് ലൈൻസ് ആർ യൂസ്ഡ്. ഇത് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇവിടെ ഫോം ചെയ്യും. ഓക്കെ,
ഇനി ഒന്ന് ശ്രദ്ധിച്ച ഈ കേസിലുള്ള ഏറ്റവും ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചു, ഇമേജ് തല കുത്തിയാണ് നമുക്ക് കിട്ടിയത്. ഈ കേസിലോ നേരെയുള്ള ഒബ്ജക്റ്റിന് നേരെയുള്ള ഇമേജ് കിട്ടി. ദാറ്റ് മീൻസ് ദ ഇമേജ് ഇസ് ആക്ച്വലി ഇറക്റ്റ് ആണ്. അതേസമയം ഈ ഇമേജ് ഫോം ചെയ്തേക്കുന്നത് ഇതുവരെ ഉള്ള കേസിലെല്ലാം അപ്പുറത്തെ സൈഡിലായിരുന്നു. ഈ കേസിൽ എവിടെയാണ് ഫോം ചെയ്തത്? ഇറ്റ് ഇസ് ആക്ച്വലി ഫോമിങ് ഓൺ ദി അതർ സൈഡ് അല്ലേ. സോ ആ കേസിൽ എന്താവും? ദ ഇമേജ് ഇസ് വെർച്വൽ. സോ ഇമേജ് വെർച്വലും ആണ് ഇറക്റ്റും ആണ്. സോ കോൺവെക്സ് ലെൻസിന്റെ ഏത് പൊസിഷനിലാണ്? ഒരൊറ്റ പൊസിഷനേ ഉള്ളൂ. ആ ഒരു പൊസിഷനിൽ മാത്രമാണ് എന്താവുന്നത്? ഇറക്റ്റും വെർച്വൽ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. അത് ഏത് പൊസിഷനിലാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ്. അത് ഓർമ്മിച്ച് വെക്കുക. സോ 2 പൊസിഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക. ഒന്ന്, എവിടെ വെക്കുമ്പോഴാണ് സെയിം സൈസ് കിട്ടുക. 2, എവിടെ വെക്കുമ്പോഴാണ് വെർച്വലും ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? വെൻ ദ ഒബ്ജക്റ്റ് ഇസ് കെപ്റ്റ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദ ലെൻസ്. ഫോക്കസിനും ലെൻസിനും ഇടയിൽ വെക്കുമ്പോഴത്തേക്കുമാണ് എന്ത് കിട്ടുന്നത്? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. സോ ഇമേജ് വി ക്യാൻ സേ ഇറ്റ് ഇസ് ഫൗണ്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. Image is found between f and 2f. Okay, now എന്താണ് നേച്ചർ? ഇത് enlarged image ആണ്. There is no doubt in that. It is an enlarged image. പിന്നെ ഉള്ളത് എന്താണ്? ഇത് ഇപ്പുറത്തെ സൈഡിലാണ് ഫോം ചെയ്തത് അല്ലേ, ഈ സൈഡിലാണ് ഫോം ചെയ്തത്. So that is going to be a virtual as well as it is going to be an erect image. Okay, ഇത്രയും കൊണ്ട് എന്ത് കഴിഞ്ഞു? നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ഡിഫറെൻറ്റ് പൊസിഷൻസ് കഴിഞ്ഞു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി അതർ വൺ വിച്ച് ഇസ് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ കോൺകേവ് ലെൻസിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും എന്താണ്? ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നു. ഓക്കെ, അത് എനിവേർ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ലെൻസ്, അവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് വേണം? നമുക്ക് 2 റേസ് വേണം അല്ലെ, ഇമേജ് ഫോർമേഷൻ കിട്ടാൻ വേണ്ടി. സോ ആദ്യത്തെ റേ നമ്മൾ ഇതിൽ കൂടെ വിട്ടു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്. സോ അതെന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്ത് ഇങ്ങനെ പോയി. പിന്നത്തത് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി വരച്ചു വിട്ടു അല്ലേ. ഈ റേ നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺകേവ് ലെൻസ്. ഫോക്കസ് ഇവിടെ അല്ലേ, ഫോക്കസിൽ കൂടിയാണല്ലോ പാസ് ചെയ്യേണ്ടത്. സോ ഇവിടെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഇമേജിന്റെ സൈസ് നോക്കിയേ, ഇത്രയും വലിയ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണ് അല്ലേ. So the image is what? Image is a diminished image. Okay, now what's next? ഇപ്പുറത്തെ സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തത്. So that is going to be a virtual image and that's going to be an erect image. Okay, so concave lens എപ്പോഴും ഫോം ചെയ്യുന്നത് എന്ത് ഇമേജ് ആയിരിക്കും? It will be a diminished image as well as the image is going to be virtual and it's going to be erect. Okay, സോ ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? മൊത്തത്തിൽ കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് പൊസിഷൻസിലുള്ള ഇമേജ് ഫോർമേഷൻ കഴിഞ്ഞു. ഇനി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. നമ്മൾ മിറേഴ്സിൻ്റെ കേസിൽ എന്ത് പഠിച്ചോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോണത്. വ്യത്യാസമൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം എന്താ? പോളിൻ്റെ കേസിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ, അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. മറ്റേൻ്റെ കേസിൽ നമ്മളിപ്പോൾ മിറർ വരച്ചു 2 സൈഡ് അല്ലേ, എങ്ങനെ തന്നെയല്ലേ നമ്മൾ വരച്ചത്. സോ ഇങ്ങോട്ടേക്കുള്ളതെല്ലാം പോസിറ്റീവ്, ഇങ്ങോട്ടേക്കുള്ളതെല്ലാം നെഗറ്റീവ്, മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴത്തേക്കുള്ളത് നെഗറ്റീവ്. ആൻഡ് ഓൾ ദ മെഷർമെന്റ്സ് ആർ ഡൺ ഫ്രം ദി പോൾ എന്നാണ് പഠിച്ചത്. ഈ കേസ് വരുമ്പോൾ എന്താ വ്യത്യാസം വരിക? ബാക്കിയെല്ലാം സെയിം തന്നെ, പക്ഷെ പോളിൽ നിന്നല്ല എല്ലാ മെഷർമെന്റ്സും വരിക, പകരം ഓപ്റ്റിക്കൽ സെന്ററിൽ നിന്നാണ്. ഓൾ മെഷർമെന്റ്സ് ആർ ഡൺ ഫ്രം ദി ഒപ്റ്റിക് സെന്റർ. ക്ലിയർ? സോ അത്രയേ ഉള്ളൂ ഈ കേസിലെ ഡിഫറൻസ്. നൗ നെക്സ്റ്റ് ടോപ്പിക്, ലെറ്റ്സ് മൂവ് ഓൺ. ലെൻസ് ഇക്വേഷൻ, അതും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. മിറർ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ? 1/f is equal to 1/v plus 1/u അല്ലേ. ഈ കേസ് വരുമ്പോൾ ചെറിയൊരൊറ്റ ഡിഫറൻസ്, 1/f is equal to 1/v പ്ലസ് അല്ല, പകരം എന്ത് വരും? മൈനസ് വരും. ദാറ്റ് ഈസ് 1/v മൈനസ് 1/u എന്ന് വരും. അത് മാത്രമാണ് എന്തുള്ളത്? ഡിഫറൻസ് ഉള്ളത്. ദാറ്റ് ഈസ് 1/v മൈനസ് 1/u. ബാക്കി എല്ലാം അറിയാലോ. എഫ് എന്ന് വെച്ചാൽ എന്താ? ഫോക്കൽ ലെങ്ത്. വി എന്ന് വെച്ചാൽ എന്താ? ഇമേജ് ഡിസ്റ്റൻസ്. യു എന്ന് വെച്ചാൽ എന്താ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ദ സെയിം റൈറ്റ്. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ചു, ആ ഒബ്ജക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് എത്രത്തോളം വലുതാണ് എന്ന് പറയുന്നതാണ് മാഗ്നിഫിക്കേഷൻ. ഇവിടെയും ഒരു സൈൻ ചേഞ്ച് മാത്രമേ ഉള്ളൂ ആക്ച്വലി, അതായത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്നാണ് ഫോർമുല ഉള്ളത് അല്ലേ. മിററിന്റെ കേസിൽ നമ്മളൊരു -v/u പഠിച്ചു, ഇവിടെ ആ മൈനസ് ഇല്ല.
സോ എന്ത് സൈനാണോ നമ്മൾ മിററിൻ്റെ കേസിൽ പഠിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ലെൻസ് ഫോർമുലയുടെ കേസിലും ഈ കേസിലും വരും. അവിടെ നമ്മൾ 1/v + 1/f എന്ന് പഠിച്ചു. അപ്പോൾ ലെൻസ് ഫോർമുല വന്നപ്പോൾ അത് 1/v - 1/u ആയി. ഇവിടെ നമ്മൾ പഠിച്ചത് മിററിൻ്റെ കേസിൽ -v/u ആണ്. ഇവിടെ എന്തായി? v/u ആയി. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. കഴിഞ്ഞില്ലേ? ഇനിയാണ് നമ്മൾ ഈ സംഭവത്തിലെ നമ്മൾ ആദ്യം തുടങ്ങിയ പോയിന്റിലേക്ക് വരുന്നത്, പവർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ പവറിലുള്ള കണ്ണട വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ കാണുമോ? ഇല്ല. ഓരോരുത്തരുടെ കണ്ണിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പവർ ഉണ്ടാവും. അതിന് അക്കോർഡിംഗ്ലി വേണം നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ? സ്പെക്സ് അല്ലെങ്കിൽ ലെൻസ് യൂസ് ചെയ്യാൻ, അല്ലേ? സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഏത് ലെൻസ് വെച്ചാലാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുക എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മളുടെ കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത് ഒക്കെ അക്കോർഡിംഗ്ലി നോക്കിയിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ലെൻസാണ് പ്രിഫർ ചെയ്യുക. സോ പവർ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞ ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ്. സോ നമുക്കിപ്പോൾ വേണ്ടത് ഒരു +4 ഡയോപ്റ്റർ ആണ് പവറിൻ്റെ യൂണിറ്റ് കേട്ടോ. സോ +4 ഡയോപ്റ്ററിൻ്റെ ആണ് വേണ്ടതെങ്കിൽ അതിന് നമ്മൾ ഏത് ലെൻസ് എടുക്കും? എനി ഐഡിയ? അത് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. അതായത് നമ്മളിപ്പോൾ കോൺവെക്സും വരച്ചു, കോൺകേവും വരച്ചു, അല്ലേ? കോൺവെക്സ് ലെൻസ് നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്ത് ഇവിടെയല്ലേ? ഇവിടെയാണ് നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്തത്, റൈറ്റ്? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് എന്ത് സാധനമാണ്? പോസിറ്റീവാണ്, അല്ലേ? സോ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് എന്തായി? പോസിറ്റീവ് ആണ്. സോ ഇവിടെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ പവറും പോസിറ്റീവ് ആണ്. വൈ? ബിക്കോസ് പവർ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, അഗെയിൻ വൺ മോർ തിങ്. ഫോക്കൽ ലെങ്ത് ഒരിക്കലും സെന്റിമീറ്ററിലല്ല എടുക്കുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് മെഷർഡ് ഇൻ മീറ്റേഴ്സ്. പവർ കണ്ടുപിടിക്കാനാണെങ്കിൽ ഫോക്കൽ ലെങ്ത് നമ്മൾ ആദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് പവർ ഡയോപ്റ്ററിൽ കിട്ടുള്ളൂ. സോ നമ്മളിപ്പോൾ പറയാണ് ഒരു കുട്ടി യൂസ് ചെയ്യുന്ന +4 ഡയോപ്റ്റർ ആണ് യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ പവർ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് എന്ത് ലെൻസ് ആണെന്നാ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കോൺവെക്സ് ലെൻസ്. ബിക്കോസ് എന്താ? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ എന്താവും? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി കോൺകേവ് ലെൻസ്. ഓക്കെ, അതാണ് വ്യത്യാസം. സോ പവർ എന്ന് വെച്ചാൽ പവർ എന്ന് വെച്ചാൽ എന്തിൻ്റെ റെസിപ്രോക്കലാണ്? ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ്. അത് വെച്ചിട്ടാണ് നമ്മളുടെ സ്പെക്സ്, ലെൻസ് ഇതിൻ്റെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ്. ദാറ്റ് ഈസ്, ഇത് പറയണേക്കാട്ടി മുന്നേ, ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ച കാര്യം, ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ, അതായത് ഈ ചാപ്റ്റർ നമ്മൾ 2 ഭാഗങ്ങളിലായിട്ടാണ് ഡിസ്കസ് ചെയ്തത്, അല്ലേ? അല്ല, ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ് ഈ കഥ. അതായത് മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് ഉന്നം വെക്കുന്നത് അവിടെ ആയിരിക്കില്ല ആക്ച്വലി എന്തുണ്ടാവുക? മീൻ ഉണ്ടാവുന്നത്, അല്ലേ? കുറച്ചും കൂടി വേറൊരു പൊസിഷനിലായിരിക്കും. അതെന്താന്നുള്ളതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചു, റിഫ്രാക്ഷൻ പഠിച്ചു, അല്ലേ? 2 മീഡിയയിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ ഡീവിയേഷൻ വരും. അതായത് ലൈറ്റ് ഏത് വഴി കൂടെയാണോ പോകുന്നത് അതിൽ നിന്ന് ഇത്തിരി ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? സഞ്ചരിക്കാം. സോ ഇവിടെ 2 മീഡിയം ഉണ്ട്. ഏതൊക്കെയാണ് 2 മീഡിയം? ഇവിടുത്തത് വാട്ടറും ഉണ്ട്, എയറും ഉണ്ട്, അല്ലേ? എയർ ആണ് റെയറർ മീഡിയം. വാട്ടർ എന്ത് മീഡിയമാണ്? ഡെൻസർ മീഡിയമാണ് വാട്ടർ എന്ന് പറയുന്നത്. സോ ലൈറ്റ് റേ എവിടെ നിന്ന് പതിച്ചു? അതായത് വാട്ടറിൽ കൂടെ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്ത് നമ്മളുടെ കണ്ണുകളിലേക്ക് എത്താണ്. സോ ലൈറ്റ് റേ ഇസ് ഇൻസിഡൻറ്റ്. എവിടെ ആക്ച്വലി മീൻ ഉള്ളത്? ഇവിടെയാണ് ആക്ച്വലി മീൻ ഉള്ളത്. ഇത് ഇൻസിഡൻറ്റ് ചെയ്തു, ഇത് റെയറർ മീഡിയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ ആണോ? ബെൻസ് എവേ ഫ്രം ദ നോർമൽ ആണോ? ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. സോ നോർമലിൽ നിന്ന് എവേ ആയിട്ട് അത് എന്ത് ചെയ്തു പോയി? റിഫ്രാക്ട് ചെയ്ത് പോയി. പക്ഷെ നമ്മുടെ കണ്ണിനൊരു കുഴപ്പമുണ്ട്. നമ്മുടെ കണ്ണിന് ഇങ്ങനെ വളഞ്ഞും ഒന്നും കാണൂല. അത് ഇങ്ങനെ വിചാരിക്കുക, സ്ട്രെയിറ്റ് ലൈനായിട്ടായിരിക്കും എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. സോ ഈ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തേ. സോ നമ്മുടെ കണ്ണ് വിചാരിക്കും മീൻ ആക്ച്വലി ഇവിടെ നിന്നാണ് ഉള്ളേന്ന് വിചാരിക്കും. അതാണ് അതിനുള്ള ഡിഫറൻസും. ഓക്കെ, സോ ലൈറ്റ് റേസിനെ നമ്മളുടെ കണ്ണ് കൺസിഡർ ചെയ്യുക സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നതായിട്ടാണ്. സോ ഇവിടെയാണ് ആക്ച്വൽ പൊസിഷൻ എങ്കിലും മീൻ ആക്ച്വലി എവിടെയായിരിക്കും? ഇവിടെയാണ് ആക്ച്വൽ പൊസിഷൻ എങ്കിലും മീനെ നമ്മൾ കാണുന്നത് തൊട്ട് കുറച്ച് മാറി ഇപ്പറയായിട്ടായിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നക്ഷത്രം ട്വിങ്കിൾ ചെയ്യണത് പറയാം. എങ്ങനെയാ? കാര്യം അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സിനും ഈ പറഞ്ഞ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ടല്ലേ? മുകളിൽ നിന്ന് ലൈറ്റ് റേസ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇതേപോലെ ലൈറ്റ് റേ നോർമലിന് അടുത്തേക്ക് വരും. ഓക്കെ, അടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? എവിടെയാണോ നമ്മളെ കണ്ണ് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുള്ളൂ. സോ എവിടെയാണോ നേരത്തെ എവിടെയാണോ ഈ സ്ട്രെയിറ്റ് ലൈൻ ചെന്ന് അറ്റം വരുന്നത് അവിടെ ആയിരിക്കും യഥാർത്ഥ സ്റ്റാറിൻ്റെ പൊസിഷൻ എന്ന് നമ്മൾ പെർസീവ് ചെയ്യും. ഓക്കെ, അതാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. സോ പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൽ കുറേയധികം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ടെമ്പറേച്ചർ, മോയ്സ് കണ്ടന്റ്, ഹ്യൂമിഡ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് കൊണ്ടിട്ട് ഇതിൻ്റെ ഡെൻസിറ്റിയും എന്ത് ചെയ്യും? മീൻസ് ഈ പറഞ്ഞ റിഫ്രാക്ഷൻ്റെ പ്രോസസ്സിലും ചെറിയ മാറ്റങ്ങൾ വരും. സോ അപ്പാരൻറ്റ് ചേഞ്ച് ഉണ്ടാവും. ഒരു പൊസിഷനിൽ നിന്ന് അതിൻ്റെ ഇപ്പുറത്തെ പൊസിഷനിലേക്കായിരിക്കും മാറി വരിക. സോ ഇങ്ങനെയുള്ളൊരു വ്യത്യാസം കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും? ലൈറ്റ് ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാറി വരുന്നു, അല്ലെങ്കിൽ ഫെയിൻറ്റ് റൈഡും ലൈറ്റ് റൈഡും നമുക്ക് തോന്നുന്നതുകൊണ്ട് അത് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അവിടെ നടക്കുന്നത്
എന്ത് തന്നെയാണ്? ആ റിഫ്രാക്ഷൻ തന്നെയാണ്. അറ്റ്മോസ്ഫിയേഴ്സിൻ്റെ പല ലെയറിൽ കൂടെ ലൈറ്റ് കടന്നു വരുമ്പോഴത്തേക്കും അത് റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ലെൻസസ് ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ഇമേജ് ഫോർമേഷൻ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങിയ ആ ഒരു കഥയുടെ ബാക്കിയും നമ്മൾ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനും പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതായത് കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യും. അപ്പോൾ എന്ത് കുഴപ്പമാണ് വരുന്നത്, അല്ലെങ്കിൽ ആ കുഴപ്പത്തിന് എന്ത് സ്പെക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്ത ചാപ്റ്റർ അതാണ് അല്ലേ, ദ വിഷൻ ആൻഡ് ദ കളർഫുൾ വേൾഡ്. സോ സ്റ്റേ ട്യൂൺഡ്, വി വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. Thank you. Manorama Horizon. Learning made simple.